പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് പോകുന്നു. ബി.ജെ.പി സ്വാഭാവികമായും പത്മജയുമായി ആശയവിനിമയം നടത്താൻ പലരെ നിയോഗിച്ചിട്ടുണ്ടായിരിക്കാം. അതൊരു പക്ഷേ ലോക്നാഥ് ബെഹ്റയെ തന്നെ ആയിരിക്കാം. അങ്ങനെ പല സാധ്യതകളുണ്ട്. പക്ഷെ അത് CPM-ന് വേണ്ടിയാണ് എന്ന് പറയാൻ കോൺഗ്രസിന് മുന്നിലുള്ള സാധ്യത എന്താണ്? അല്ല മാധു, ഇതിൽ പത്മജ വേണുഗോപാലിന് കേരളത്തിൽ കോൺഗ്രസിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവർ പോകേണ്ട സ്വാഭാവികമായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ സാന്നിധ്യവും സംഘടനാ ബലവും വെച്ചിട്ട് CPM ആണ് അവർ ഓപ്റ്റ് ചെയ്യേണ്ടതിരുന്നത്. സാമാന്യ ബുദ്ധിയുള്ള ആളും ആരും അങ്ങനെയല്ലേ സ്വീകരിക്കുക സാധ്യത. കരുണാകരൻ പോലും അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് കലഹമുണ്ടാക്കി പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരിക്കൽ പോലും BJP-യെ ആശ്ലേഷിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോഴും അദ്ദേഹം എക്കാലവും പോരാടിയിട്ടുള്ള ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാനാണ് പിന്നെയും അദ്ദേഹം താല്പര്യം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ BJP-യിലേക്ക് പോകുന്നതിൻ്റെ ഒരു ചേതോവികാരം, പോകുന്നതിൻ്റെ തലേ ദിവസം പോലും മണിക്കൂറുകൾക്കപ്പുറം പോലും BJP-യെ കുറിച്ച് മോശമായിട്ട് പ്രസംഗിക്കുകയും BJP-യിലേക്ക് പോകുന്നില്ല എന്ന് സ്റ്റാൻഡ് എടുത്ത പത്മജ വേണുഗോപാൽ അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നതിൻ്റെ ചേതോവികാരം നമുക്ക് സംശയിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും പത്മജ വേണുഗോപാൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ റിപ്പോർട്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ കൗതുകകരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അവർ പറഞ്ഞത് എന്നെ ആരും അങ്ങനെ സ്വാധീനിച്ചിട്ടില്ല, ഞാൻ BJP-യിലേക്ക് പോകാൻ തീരുമാനിച്ചതല്ല. പക്ഷേ ബെഹ്റ എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറുമായിട്ട് പലവട്ടം സംസാരിക്കുമ്പോഴും ചേച്ചിക്ക് പിന്നെ അങ്ങനെ ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട് BJP-യെ അടുപ്പിക്കാത്തതുകൊണ്ട് വരാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. അപ്പോൾ പലവട്ടം ബെഹ്റ ഇതിനു മുമ്പും പത്മജയുടെ ഹസ്ബൻഡിനോട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് പത്മജയുടെ തന്നെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് BJP-യിൽ പോയതിനു ശേഷം പത്മജ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. അതിൽ നിന്ന് തന്നെ ബെഹ്റയ്ക്ക് അതിലൊരു സാധ്യതയുണ്ട്. രണ്ടാമത്തെ, ഇന്ന് ബെഹ്റ തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഇത് ബേസ്ലെസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അതിനെതിരെ രൂക്ഷമായിട്ട് പ്രതികരിക്കേണ്ടതാണ്. അതിന് പകരം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയോ? നോ കമന്റ്സ് എന്നാ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ അതിന് നോ കമന്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ പോരാ. ബെഹ്റയ്ക്ക് അതിൽ ബന്ധമില്ലെങ്കിൽ ബെഹ്റ അത് അങ്ങനെയല്ലല്ലോ പ്രതികരിക്കേണ്ടത്. രണ്ട്, CPM-ന് വേണ്ടിയിട്ടാണെന്ന് ഞങ്ങൾ പറയാൻ കാരണം 22 സർക്കാർ ഉദ്യോഗസ്ഥരെ, IPS-കാർ IAS-കാരായിട്ടുള്ള റിട്ടയർഡ് ചെയ്ത ഉദ്യോഗസ്ഥരെ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇവിടെ പല സ്ഥലങ്ങളിലും നിയമിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഉദ്യോഗസ്ഥരുടെ കുറവുണ്ടായതുകൊണ്ടോ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ സാങ്കേതിക വിദ്യയിലും പരിജ്ഞാനവുമുള്ള ആളുകളുടെ കുറവുള്ളത് കൊണ്ടല്ല, മറിച്ച് ബെഹ്റയെ പോലെ ഒരാൾ മെട്രോ റെയിലിൻ്റെ തലപ്പത്ത് വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യം കണ്ടിട്ടാണ് എന്ന് നമ്മൾ ആരും വിചാരിക്കുന്നില്ല. അദ്ദേഹം DGP ആയിരുന്ന കാലത്ത് പോലും ഒരു കേരളത്തിൻ്റെ DGP ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം നേരിട്ട ഒരു DGP പോലീസ് സ്റ്റേഷനുകൾക്ക് ഏത് പെയിന്റ് അടിക്കണമെന്ന് തീരുമാനിച്ച് അതിൽ നിന്ന് ഫണ്ട് മേടിച്ചു എന്ന് പറയുന്ന ആരോപണം നേരിട്ട അത്രത്തോളം മോശമായിട്ട് ഒരു ഇമേജിൽ നിൽക്കുന്ന ഒരു മുൻ DGP-യെ പിടിച്ച് സ്ഥാനത്തിരുത്തുകയും അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പിണറായി വിജയന് വേണ്ടിയിട്ട് ഇതിനു മുമ്പും പലവട്ടം ലേസൺ വർക്കുകൾ ചെയ്തിട്ടുള്ള ബെഹ്റയെ തന്നെ ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, വെറുതെ തൂണും ചാരി നിൽക്കുന്ന ബെഹ്റയെ പറയുന്നതല്ല. കോൺഗ്രസ് നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട അറിവുണ്ട്. അത് അറിഞ്ഞിട്ട് തന്നെയാണ് ബെഹ്റയാണ് ഇതിനു വേണ്ടി ചരട് വലിച്ചിട്ടുള്ളത് എന്ന് തന്നെ അറിഞ്ഞിട്ട് തന്നെയാണ് അതങ്ങനെ സംസാരിക്കുന്നത്. ജിൻഡു, അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ബെഹ്റയ്ക്ക് അതിൽ താല്പര്യമുണ്ട് എന്ന് പറയാൻ ഒരു പക്ഷേ ഈ പറയുന്ന ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പത്മജ തന്നെ പറഞ്ഞ വാക്കുകൾ സഹായിക്കുന്നതാണ്. പിന്നെ ബെഹ്റ ഇപ്പോൾ രൂക്ഷമായി പ്രതികരിച്ചില്ല. ഈ തോതിലല്ലല്ലോ പ്രതികരിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഒരു സാമാന്യ ബുദ്ധി, ഒരു നിരീക്ഷണ വൈഭവം കൊണ്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇതൊക്കെ സാധ്യതകളാണ്. ഞാൻ ചോദിക്കുന്നത് CPM-ന് വേണ്ടിയാണ്. അതൊരു ഒരു ഒരു രാഷ്ട്രീയ സമവാക്യ നിർമ്മാണമാണ്. അതായത് CPM-ന് വേണ്ടി കോൺഗ്രസിന്റെ വോട്ട് കുറയ്ക്കാൻ പരമാവധി BJP-ക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ തൃശ്ശൂർ പോലെയൊരു മണ്ഡലത്തിൽ ശ്രമമുണ്ടായെന്ന് പറയുന്ന രാഷ്ട്രീയ സമവാക്യമാണ്. അത് പക്ഷെ കണക്ട് ചെയ്യാനൊരു തെളിവ് വേണ്ടേ? തെളിവുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതെന്ത് തെളിവാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, നമ്മൾക്ക് ഇത് രാഷ്ട്രീയമാണ്. ഇതിൽ എല്ലാത്തിനും പത്മജ തന്നെ പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പോകുന്നില്ല എന്ന് പറഞ്ഞ് പത്മജ പെട്ടെന്ന് പോകുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. ഇതിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും KPC പ്രസിഡന്റൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഓരോന്നും എല്ലാം നമുക്ക് എപ്പോഴും പരസ്യമാക്കേണ്ട കാര്യമില്ല, ഓരോന്നും അതിൻ്റെതായ സമയത്ത് ഉപയോഗിക്കുന്നതിലാണ് പൊളിറ്റിക്സിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഞങ്ങളത് കറക്റ്റായിട്ട് അതിൻ്റെ വിവരങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾ പറയുന്നത്. അല്ലാതെ നിലമ്പൂരത്തെ അൻവർ പറഞ്ഞതുപോലെ 150 കോടിയുടെ അഴിമതി ആരോപണവും ചാവക്കാട് വന്ന് തിരിച്ചുപോയ ആ കോടിയും കണ്ടെയ്നർ ലോറി അതുപോലെ വെറുതെ കൈരേഖ വെച്ചിട്ടല്ല പറയുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി കൃത്യമായിട്ട് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. രണ്ടാമത്തത്, ഇവിടെ തൃശ്ശൂർ സീറ്റിനെ കുറിച്ചിട്ട് പറയുമ്പോൾ പത്മജ വേണുഗോപാലിനെ കൊണ്ടുവന്നത്, പത്മജ വേണുഗോപാൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും ജയിക്കാത്ത ഒരാളാണ്. പാർട്ടിയിൽ അവർക്കുള്ള സ്വാധീനം എന്താണെന്ന് നമ്മൾക്കറിയാം. അവർക്ക് 10-25 വർഷക്കാലം തേറമ്പിൽ രാമകൃഷ്ണൻ മത്സരിച്ച സീറ്റാണ്, സിറ്റിംഗ് സീറ്റ്, കോൺഗ്രസിന്റെ സ്ട്രോങ് ഹോൾഡ് സീറ്റാണ് കൊടുക്കുന്നത്. അവിടെയാണ് അവർ പരാജയപ്പെട്ടത്. മുകുന്ദപുരത്തെയും ചാലക്കുടി പാർലമെന്റിലെ സാഹചര്യം മറ്റൊന്നുമായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു പത്മജ വേണുഗോപാലിനെ കൊണ്ടുപോകുന്നത് അവരെ കണ്ടിട്ടല്ല,
അവരുടെ രാഷ്ട്രീയ കൗശലവും കഴിവും കണ്ടിട്ടല്ല, കരുണാകരൻ എന്ന് പറഞ്ഞ പേര് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവിടെ അതിന് സാധ്യത ആർക്കാ കൽപ്പിക്കപ്പെടുന്നത്? സ്വാഭാവികമായിട്ടും BJP-യുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് അത് ശ്രമിക്കുന്നത്. അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ CPM-ന് എന്ത് നഷ്ടം? CPM-ന് ഒരു നഷ്ടവുമില്ല. തിരുവനന്തപുരത്ത് LDF-ന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ CPM-ന് എന്താണ് നഷ്ടം? CPM-ന് നഷ്ടമില്ല. അവിടെ നഷ്ടപ്പെടുന്നത് CPI-ക്കാണ്. പകരം പിണറായി വിജയന് ED അന്വേഷണ പേടിയിൽ നിൽക്കുന്ന വീണ വിജയൻ ഉൾപ്പെടെ, സ്വയം പേടിയിൽ നിൽക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ ഈ പാർട്ടിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ BJP-യുമായിട്ട് പാലം കെട്ടേണ്ടതുണ്ട്. അതിന്റെ മെക്കാഡ് പണിയാണ് ബെഹ്റ നടത്തിയിരിക്കുന്നതെന്ന് ആ ബോധ്യത്തിലാണ് ഞങ്ങൾ പറയുന്നത്. ശരി, ഉത്തരവാദിത്വ ബോധത്തോടെ ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ആദ്യം വ്യക്തമാക്കുന്ന കാര്യം.